അത് ഗൾഫിന് എണ്ണ എന്താണോ അതാണ് കേരളത്തിന് കരിമണൽ. കേരളത്തിന് കരിമണലും ടൂറിസം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു മെട്രിക് ടണ്ണിന് സാധനത്തിന് 12,000 രൂപ വിലയുണ്ട്. 264 12,000 കുറച്ചാൽ 11,736 രൂപ ഒറ്റ മെട്രിക് ടണ്ണിൽ ഇമാർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും SFIയുടെ അന്വേഷണത്തിൽ തടസ്സപ്പെടാൻ പാടില്ല. SFIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. SFI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ഒരു കാരണവശാലും അന്വേഷണം തടസ്സപ്പെടുത്താൻ പാടില്ല. ആ ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട് എക്സൈലോജി കമ്പനി പ്രത്യേകിച്ച് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന്. ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി. പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സൈലോജി കമ്പനി പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ല. അവർക്ക് വേണ്ടത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സാണ്. അത് മുഴുവൻ ഫർണിഷ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പിന്നെ അറസ്റ്റ്. ഇന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് മാസപ്പടി വിവാദം. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അടക്കമുള്ളവരാണ് കുറ്റക്കാരായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് കാരണക്കാരനായി തീർന്നിട്ടുള്ള PC ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ ഗസ്റ്റായി വന്നിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പം ഈ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും വിവാദമായിട്ടുള്ളൊരു കേസാണ് മാസപ്പടി വിവാദം. ആ കേസിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കോടതി വിധികളിലെല്ലാം ഉള്ളത്. പക്ഷേ ഇതിലപ്പുറമുള്ള കേസുകൾ വന്നിട്ടും, അതായത് ലാവ്ലിംഗ് കേസ്, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ പറ്റി, അങ്ങനെ നിരവധി കേസുകൾ എല്ലാം വന്നിട്ട് പിണറായി വിജയൻ കൂളായിട്ടാണ് നടക്കുന്നത്, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ. ആ സന്ദർഭത്തിൽ താങ്കൾ ഈ കേസുമായി ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ്? ഞാൻ ആ ചോദ്യം ചേട്ടൻ തന്നെ ചോദിച്ചത് ഒരു വലിയ അത്ഭുതമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പിണറായി വിജയനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാൾ ചേട്ടനാണ്. ഏറ്റവും കൂടുതൽ ലാവലിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്രയേറെ ഞാൻ അങ്ങയുടെ കേസ് എടുത്ത് പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഈവൻ ഇന്ന് രാവിലെ പോലും അങ്ങ് കൊടുത്തൊരു കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളാണ്. ഈ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് ഇത് ഇത്രയൊക്കെ പോയി, ഇതൊക്കെ എവിടെയെത്തും, ഇയാൾ ഊരിപ്പോയില്ലേ? ഞാൻ ഒരു കാര്യം തീർത്തു പറയാം. ഈ കോടികൾ കെട്ടവൻ മാങ്ങ പറിച്ചപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എക്സാലോജിക് CMRL ഇടപാട്. അവിടെ KSIDCയുടെ സാന്നിധ്യമാണ് ഈ കേസിനെ വലുതാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞതും അതിനൊരു പൊതു സ്വീകാര്യത ഉണ്ടായതും അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടായതും അതിന് നിയമപരമായി എനിക്ക് ഇത്രയേറെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതും ഇതൊരു വളരെ ടെക്നിക്കൽ ആയ കേസാണ്. എല്ലാ രേഖകളുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് കുറ്റക്കാരാരാണ്, ആരാ എന്താണെന്നൊക്കെ കോടതിക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 2005 ഞാൻ പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമാണ് പിണറായി വിജയൻ ലാവ്ലിംഗ് കേസിൽ മുഖ്യപ്രതിയാണെന്ന് പറയുന്ന ഒരു സംഭവം. അതിൻ്റെ പേരിലാണ് എൻ്റെ ഓഫീസ് കത്തിക്കുകയും അതേപോലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം. അതിനുശേഷം ഞാൻ ലാവ്ലിംഗ് കേസ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു, അതിൻ്റെ അന്വേഷണ ഉത്തരവിട്ടു. അതിനുശേഷം അതിൽ കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് കോടതിയെ പോലും വിലക്കെടുത്തുകൊണ്ട് അട്ടിമറിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ ആണ് പിന്നീട് വന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 6 വർഷമായി കിടക്കുകയാണ്. ആ 6 വർഷമായി കിടക്കുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് BJP ആയിട്ടും ആ BJPയുടെ കീഴിലുള്ള സോളിസിറ്റർ ജനറൽ ഓരോ തവണയും കോടതിയിൽ വന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച സംഭവമാണ്. 38 നേരിട്ടും 22 തവണ രജിസ്റ്റർ വഴിയും 60 തവണ മാറ്റിവെച്ചു. 6 കൊല്ലം കഴിഞ്ഞു. അങ്ങനെയുള്ള പിണറായി വിജയൻ ഈ കേസൊക്കെ വലിയ കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം, ഈ ലാവ്ലിംഗ് കേസിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻക്വയറി സമയത്ത് തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുപ്രീം കോടതിയിലും കൂടുതലായിട്ടൊന്നും ഇപ്പം കേസ് വിളിച്ചെടുത്താൽ തന്നെയും എന്തുകൊണ്ട് എടുത്തില്ല എന്നുത്തരം പറയാൻ എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് അതിന് ഉത്തരം പറയാൻ എനിക്ക് അറിവുമില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ആ കേസ് എടുത്താലും കൂടുതലായി ഒന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അന്വേഷണത്തിൻ്റെ സ്റ്റേജിൽ തന്നെ നിരവധി തവണ അതിനകത്ത് അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അന്വേഷിച്ചിരുന്നത്
DYSP അശോക് കുമാർ ആർക്കും സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ്, അല്ല CBI ഉദ്യോഗസ്ഥനെയാണ്. അതിൽ 200ഓളം ഡോക്യുമെൻസും 200 സാക്ഷികളുമുണ്ട്. അതിൽ കൃത്യമായി പിണറായി വിജയൻ കാനഡയിൽ പോയി നേരിട്ട് ഇടപാട് നടത്തിയതിൻ്റെ എല്ലാ രേഖകളുമുണ്ട്. അതിനുശേഷം അത്ര തന്നെ രേഖകൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നിർത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. പക്ഷേ ആദ്യം കൊടുത്ത കേസിൽ കൃത്യമായി തെളിവുകൾ ഇരിക്കെ കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് പെറ്റീഷനൊക്കെ വാങ്ങിയത് ഞാനുണ്ടായിരുന്നു കോടതിയിൽ വാദിക്കാൻ. ആ സമയത്ത് വാങ്ങി സുപ്രീം കോടതിയിൽ എത്തുന്നവരെ CBIയുടെ സഹായമാണ്, CBI അഭിഭാഷകരുടെ സഹായമാണ് കേസ് അട്ടിമറിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളതെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എത്ര വർഷമായി? അതായത് 2005 എന്നുള്ള 2007 വിധി വന്നു. 2 കൊല്ലം അന്വേഷണം നടന്നു. 2009 ഇത് കൊടുക്കുന്നത്. അത് തന്നെ കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഇത് നടന്നത് 1996. നമുക്കിത് ആരെയും BJP സർക്കാരിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെയോ ഒന്നും കുറ്റം പറയാൻ പറ്റുന്ന അവസ്ഥയുള്ളൂ. അല്ല, BJPയുടെ ഞാൻ നേരിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയ ആളാണല്ലോ. അതിൽ ഇൻവോൾവ് ആയ സോളിസിറ്റർ ജനറൽ ഓരോ തവണയും എന്ന് പറയുകയാണെങ്കിൽ മാറ്റി വെക്കണമെന്ന്. കേരളത്തിൽ തിരുവനന്തപുരത്ത് CBI കോടതിയിൽ അനിൽകുമാർ എന്ന പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ മാറ്റി സതീഷിനെ വെച്ച് ആയിട്ടാണ് അട്ടിമറിക്കാൻ കൂട്ടുന്നത്. ഹൈക്കോടതിയിലും അതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പം ഈ അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നുകൊണ്ടാണ് CBI കൂടെ പോകുന്നത് സ്വാധീനപ്രകാരം പിണറായി വിജയൻ. അത് BJP ഗവൺമെൻറ് കാലത്ത് നടക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഞാൻ താങ്കളോട് അല്ല എനിക്ക് ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇതൊന്നും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമില്ല. എങ്കിൽ പോലും പിണറായി വിജയനെ സഹായിച്ചിട്ട് നരേന്ദ്രമോദിക്ക് എന്താണ് ആവശ്യം എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട്. 2, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരു ചെറിയ അലിഗേഷൻ പോലും ഉണ്ടാകാത്ത കാര്യം, അങ്ങനെ അഴിമതിക്കെതിരെ നിലകൊള്ളുന്നൊരു മനുഷ്യൻ ഒക്കെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും ഈ വിഷയത്തിൽ? ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ EDക്ക് പരാതി കൊടുത്തിരുന്നു. ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഈ എക്സാലോജി കമ്പനിയുമായി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള 8 കമ്പനികളുടെ കാര്യങ്ങളിൽ ഞാൻ EDക്ക് പരാതി കൊടുത്തു. ആ പരാതിയും പ്രത്യേകിച്ച് എവിടെ എത്തിയില്ല. ഞാൻ അതിന് പരാതി വീണ്ടും സമർപ്പിച്ചു. അപ്പം അതെനിക്ക് നൽകിയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ വന്നത് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള ഒന്നും അവരുടെ കയ്യിൽ കിട്ടിയില്ല എന്നുള്ളതാണ് അവരെനിക്ക് തന്ന എക്സ്പ്ലനേഷൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയില്ല അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയൊരു മറുപടി. കാരണം ഞാൻ കൊടുത്ത പരാതിയുടെ പുറകിൽ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയൊരു മറുപടി അതാണ്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു അന്വേഷണ സംഘം ഇല്ലെങ്കിൽ പോലും ഈ കേസ് എവിടെ എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് മറ്റുള്ള കേസുകളിലൊന്നും തന്നെ കൃത്യമായ തെളിവുകളില്ല എന്നുള്ളൊരു ആരോപണമാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. നമ്മളെ കേസിലേക്ക് കിടക്കാം. അതായത് ലൈഫ് മിഷൻ പദ്ധതി കേസ് എന്ന് പറയുന്ന കേസിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതിൽ യൂണിടെക് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവന്ന് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഫണ്ട് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അങ്ങനെ നയപരമായി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇത്തരത്തിലുള്ള സ്വർണ്ണക്കളക്കടത്തിലാണെങ്കിൽ നിരവധി തെളിവുകൾ കോടതിയിൽ വന്ന് നിൽക്കുന്നു. 164 സ്റ്റേറ്റ്മെൻറ്റ് വന്ന് നടക്കുന്നു. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറാവാത്തതിൻ്റെ പിന്നിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അന്തർധാര അല്ലാതെ വേറെ ഞാൻ കൃത്യമായി ഞാൻ BJPയിൽ അംഗത്വം എടുക്കുമ്പോൾ ഞാൻ ഒരു സഹായവും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ കേസുമായി മുമ്പോട്ട് പോകാൻ ഞാൻ ആ പാർട്ടിയുടെ അംഗമായിരുന്നില്ല. ഈ കേസുമായി മുമ്പോട്ട് പോകാൻ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി ഒരു സഹായം ആവശ്യമില്ല. എനിക്ക് നിയമപരമായി എനിക്ക് മുമ്പോട്ട് പോകാൻ അനുവാദം ഉണ്ടാണോ ആ കാര്യത്തിൽ ഇടപെടൽ, അല്ലെങ്കിൽ എന്നോട് പുറകോട്ട് പോകാൻ പറയരുത്. അതെനിക്ക് താഴെ തട്ട് മുതൽ അങ്ങേ മേളെ തട്ട് വരെ ഒരിക്കലും ഈ കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അവരെ വിശ്വസിക്കും ചേട്ടാ? അതായത് 2005 മുതൽ 2023 വരെയുള്ള 18 വർഷം നിരന്തരമായി പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തി, എന്നെ കൊല്ലുമെന്ന് പറയുന്നിടത്ത് പോലും പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും താങ്കൾ ഈ കേസുമായി അതേപോലെ തന്നെ വരുമ്പോൾ, പിണറായി വിജയനെതിരെയും മകൾക്കെതിരെ വരുമ്പോൾ
ഈ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ കൊണ്ടുവന്ന കേസ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണെന്ന് എനിക്കറിയാം. അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനാണ് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിന് കൃത്യമായിട്ട് എനിക്ക് ഒന്നാം ഘട്ടം ഞാൻ ഈ 9-ാം മാസം ഞാൻ പരാതി നൽകുന്നു. 10-ാം മാസം എനിക്ക് റിപ്ലൈ തന്നു. കാരണം റീജിയണൽ ഹെഡ് കമ്പനീസിൻ്റെ റീജിയണൽ ഹെഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 10-ാം മാസം കഴിഞ്ഞ്. 11-ാം മാസം എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. 12-ാം മാസം ആണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റിട്ട് സമർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ സ്പീഡ് കൂടി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. 100% ഞാനത് അംഗീകരിക്കുന്നു. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു റിട്ടേൺ പെറ്റീഷൻ ഇന്ന് വരെയും അന്വേഷിക്കേണ്ട ഏജൻസിക്ക് ചെന്നില്ലായിരുന്നു. ആ പെറ്റീഷൻ ചെന്ന എൻ്റെയാണ്. അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ഇതിന് സ്പീഡ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. 100% ഞാൻ അംഗീകരിക്കുന്നു. ഹൈക്കോടതിയിൽ ആദ്യം പെറ്റീഷൻ പരിഗണിച്ചപ്പോൾ ആദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് കോടതി ഇടപെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ, അതായത് താങ്കളുടെ പെറ്റീഷൻ്റെ സീരിയസ് ആയ ഇടപെടൽ ഗൗരവമാണെന്ന് കണ്ടിട്ട് കൂടിയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈ ഡിസംബർ 13 എൻ്റെ പെറ്റീഷൻ വന്നതിന് ശേഷം കാര്യങ്ങൾ വളരെ സ്പീഡായിരുന്നു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എൻ്റെ പെറ്റീഷൻ അനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ അവരോട് ചോദിച്ചു. കൊച്ചി ROCയും ബാംഗ്ലൂർ ROCയും എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതിൻ്റെ കോപ്പി അവരെനിക്ക് സെർവ് ചെയ്തു. അതിനുശേഷം അവരുടെ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ അതെനിക്ക് സെർവ് ചെയ്തു. അതിന്മേൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 3 ദിവസം കൊണ്ട് ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. ഞാൻ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ട്യൂട്ടനനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തു. അതിന് കോടതി വന്നപ്പോൾ ഞാൻ ആ ട്യൂട്ടൻ ചലഞ്ച് ചെയ്തു. ആ ട്യൂട്ടൻ ഞാൻ ചലഞ്ച് ചെയ്ത് വന്നപ്പോൾ ട്യൂട്ടൽ തന്നെ വേണം, അതായത് SFI എൻക്വയറി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകന് എതിർക്കല്ല ഉണ്ടായത്. ഇവർ ട്യൂട്ടനനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. SFIയെ സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് 2 ആഴ്ച കൂടെ സമയം പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ടുകൾ കൂടുതൽ പഠിക്കാനുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 20 ദിവസമായിരുന്നു പിന്നെ അടുത്ത അവധിയിലേക്ക് ഉണ്ടായിരുന്നു. ആ 20 ദിവസത്തിൽ 8-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം തന്നെ SFI എൻക്വയറി ഓർഡർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ ഞാൻ എന്താ പറയുക? ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് താങ്കൾ കൊടുത്ത പരാതിക്ക് ആസ്പദമായിട്ടുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റീരിയം ഓർഡറാണല്ലോ അതിൻ്റെ പ്രധാനം. സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയാണല്ലോ പ്രധാനം. ആ വിധിയിലുള്ള കാര്യങ്ങൾ പ്രകാരം പിണറായി വിജയനും അതേപോലെ മകളും എത്രമാത്രം കുറ്റക്കാരാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? ആ വിധിയുടെ 2 പാർട്ടുണ്ട്. ഒന്ന്, ആ വിധിയുടെ ഓർഡറിൽ PCIT പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി അവരുടെ റിപ്പോർട്ടാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ ആ ഓർഡറിൽ എടുത്തു പറയുന്നുണ്ട് എക്സൈലോജി കമ്പനി പ്രത്യേകിച്ച് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നും ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി. പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സൈലോജി കമ്പനി പിണറായി വിജയൻ അല്ലാതെ വേറ്റാരുമില്ല. അപ്പോൾ ഈ 1.72 മാത്രമല്ല, 1.7 അതിനകത്തൊരു ടിപ്പ് മാത്രമാണ്. അല്ലാതെ തന്നെ പുറത്തോട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും പർപ്പസിന് വേണ്ടി വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ കൊടുത്തതാണ്, ബാക്കിയെല്ലാം ബ്ലാക്ക് മണിയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഫണ്ടുകൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളതൊന്നും ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എല്ലാം വിദേശത്താണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ്, വിദേശ ഓപ്പറേഷൻസ് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ എവിടെയോ വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ നടത്തിയൊരു ട്രാൻസാക്ഷൻ മാത്രമാണ് ഈ 1.72. 3 വർഷം കൊണ്ട് 2016 മുതൽ 19 വരെ, 19 മുതൽ 23 ഡിസംബർ മാസം 18-ാം തീയതി വരെ സുലഭമായി ഈ ട്രെഡ്ജിങ് തുടരുകയാണ്. അപ്പോൾ അവിടെ നടത്തിക്കുന്ന ഇടപാടുകൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടേക്കുന്നത് 2019 അവസാനിക്കാനല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കരിമണൽ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മേടിച്ചിട്ടുള്ള ഇപ്പോൾ അതിനകത്ത് തന്നെ എത്ര പേരുണ്ട്? ഞാൻ പിണറായി വിജയൻ കൊണ്ട് മാത്രം നിർത്തിയല്ലോ. അതിനകത്ത് OC ഉണ്ട്, PKK ഉണ്ട്, IK ഉണ്ട്, RC ഉണ്ട്. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം. അതിനകത്ത് കുറേ ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ അവരാരും ഒരു എൻട്രിയും ഈ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ IT ആക്ട് അനുസരിച്ച് സെക്ഷൻ 80 GGB പ്രകാരം ഈ പൈസ ടാക്സ് എക്സംപ്ഷൻ ഉണ്ട്. ആ എക്സംപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ന ആളുടെ നിന്ന് പണം വാങ്ങിയെന്ന് കൃത്യമായി ചെയ്യണം. അതും മാത്രമല്ല തെറ്റ്, പിന്നെയുണ്ട് തെറ്റ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൃത്യമായി ഷെയറുള്ള
ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ടോ ഇത്തരത്തിലുള്ള ഫണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റാൻ പാടില്ല. അപ്പോൾ അവർ ചെയ്തതും തെറ്റാണ്. അവർ പക്ഷേ മേടിച്ച പൈസ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു മര്യാദ അവർ കാണിച്ചു. അത് PV ഞാനാന്ന് പറഞ്ഞാൽ തീർന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ അധികാര ദുർവിനിയോഗം കൃത്യമായി നടത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശത്തെ കേരളത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് അവകാശപ്പെട്ട ഗൾഫ് പോലെ കേരളമാകേണ്ടിയിരുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ കരിമണലിനെ കൊള്ള ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ പ്രതിഫലമാണ് ഇതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അതായത് 2016 മുതൽ 2019 വരെയുള്ള കണക്കിലാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ പിണറായി വിജയനാണ് ഭരിക്കുന്നത്. അതെ. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിയുമായിട്ടുള്ള വിലപേശലിലൂടെ പണം വാങ്ങി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ എങ്ങനെയാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. അപ്പം ഈ സംഭവത്തിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ 3 കേസുകൾ ഒരുമിച്ച് നടക്കുന്നത്. താങ്കളുടെ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുന്ന കേസ്, രണ്ടാമത് KCIDC അതിൻ്റെ മേലിൽ കൊടുത്ത കേസ്, കൂടാതെ ഇപ്പോൾ വീണ വിജയൻ ബാംഗ്ലൂരിൽ കൊടുത്ത കേസ്. ഈ കേസിൽ ഇപ്പം വീണ വിജയന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ലേ അവിടെ ഹൈക്കോടതിയിൽ നിന്നുണ്ട്. അവരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവാൻ പാടില്ല, ഉത്തരവ് വരെ എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. കോടതിയുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ ആണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പം എന്നാൽ അന്വേഷണ ഏജൻസിക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അന്വേഷണ ഏജൻസിക്ക് എന്താ വേണ്ടത്? അവർക്ക് വേണ്ടത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സാണ്. അത് മുഴുവൻ ഫർണിഷ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പിന്നെ അറസ്റ്റ്. അപ്പോൾ അറസ്റ്റ് ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് കോടതിയിൽ അറസ്റ്റ് ആവശ്യമായി വന്നാൽ അവർക്ക് കോടതിയെ സമീപിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല ഈ ഓർഡർ വരുന്നോടം വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓർഡർ വരുമ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഒബ്സർവേഷൻ സ്വാഭാവികമായിട്ട് എനിക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എനിക്കെതിരെ അന്വേഷണം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായി എനിക്ക് കോടതിയെ സമീപിച്ച് കാരണം അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇതാണെന്ന് പറയാം. അപ്പോൾ അവിടെ കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകട്ടെന്നേ. അപ്പോൾ പിന്നെ ഇത് രാഷ്ട്രീയ ആരോപണമെന്ന് പറയാമല്ലോ, ഇത് രാഷ്ട്രീയമാണെന്ന് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. അപ്പം കോടതിയെ ബോധ്യപ്പെടുത്തി ചെയ്യുമ്പോൾ ഇത് BJP ചെയ്തതെന്നോ ഷോൺ ജോർജ് BJP ചേർന്നുകൊണ്ട് ചെയ്തതെന്നോ പറയാമല്ലോ. അങ്ങനെ പോട്ടെ. എനിക്ക് BJP ചേർന്നതുകൊണ്ട് വന്നു എന്നുള്ള ആരോപണം എന്തായാലും വരുന്നില്ല. അതിന് മുമ്പായിട്ടുള്ള ഈ കേസ് താങ്കളുടെ അല്ലല്ല ഈ സഹാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പായിട്ടും പറയാൻ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഡിഫൻസ് ഇതാണ്. ഓരോ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഇതേ രീതി പോവുകയാണെങ്കിൽ നല്ലതല്ലേ? കൃത്യമായി ഓരോ തെളിവുകളും കൃത്യമായ അന്വേഷണ ഏജൻസി കോടതിയെ സമർപ്പിച്ച് കോടതിയുടെ അപ്രൂവലോടുകൂടി അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ്, അല്ലെങ്കിൽ മറ്റേ എന്ത് നടപടി സ്വീകരിച്ചാലും നല്ലതല്ലേ? അതായത് നേരത്തെ ഇതുപോലുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളുടെ അന്വേഷണം നടക്കുന്ന സീരിയസ് ഫ്രോഡ് അന്വേഷണം നടക്കുന്ന 100 കോടിയിൽ മേതെയുള്ള കേസുകളാണ് അവർ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. സഹാറ കേസിലൊക്കെ അവർ അന്വേഷിച്ചു, അവരെ പിടിച്ച അതോടെ കഴിഞ്ഞു. അത് അവർ പറയുന്നൊരു വലിയ വിവരക്കേടാണ്. സെക്ഷൻ 447 അനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഹാപ്പൻസ് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ള ഏത് ഫ്രോഡും സീരിയസ് ഫ്രോഡാണ്. സോ ഇത് 172 അപ്പോൾ തന്നെ ആ സെക്ഷനിൽ വന്ന് 447 വരുമ്പം ഓട്ടോമാറ്റിക്കലി 212 അനുസരിച്ചുള്ള എൻക്വയറി നടത്താൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല. ഇത്രയും പ്രമാദമായ കേസുകളിൽ മാത്രമെന്നല്ല, ഇത് ആക്റ്റിൽ എന്ത് എഴുതി വെച്ചേക്കുന്നത് അതനുസരിച്ച് അറിയാൻ പറ്റുള്ളൂ. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കേസ് സീരിയസ് ഫ്രോഡാണ്. ഈ പറയുന്ന കർണാടക ഹൈക്കോടതി ഇപ്പോൾ ഒരു വിധി വരാൻ വെച്ചിരിക്കുന്നത്, വിധി വരുന്നവരെ തടയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹൈക്കോടതി പറയുകയാണ് ഈ കേസിൽ അന്വേഷണത്തിന് ആവശ്യമില്ല, സീരിയസ് ഫ്രോഡ് അന്വേഷണം ആവശ്യമില്ല വിധി വന്നാൽ എന്താണ് അതോടുകൂടി സ്റ്റേ ഇപ്പം ആവശ്യം വന്നിട്ടില്ല. അല്ല, അന്വേഷണത്തിന് സ്റ്റേ ഇല്ല, അന്വേഷണം തുടരാം, ഡോക്യുമെന്റ്സ് കൊടുക്കണം, അന്വേഷണം തുടരാം. അപ്പം 2 സംസ്ഥാനങ്ങളിലെ കോടതികളുടെ വിധികൾ തമ്മിലുള്ള ഒരു അന്തരമാണ്. സ്വാഭാവികമായിട്ടും SFI സുപ്രീം കോടതി പോവും, ഞാനും സുപ്രീം കോടതി പോവും. SFI ആണ് അതിനകത്ത് പോകേണ്ടത്. പക്ഷേ എനിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. കാരണം ഒരേ ഇഷ്യൂവിൽ ഒരേ കേസിൽ 2 സ്റ്റേറ്റിലെ ഹൈക്കോടതികൾ 2 സമാനമായ അഭിപ്രായം പറഞ്ഞാൽ അതിനകത്ത് തീരുമാനം എടുക്കാൻ പിന്നെ പറ്റുന്നത് സുപ്രീം കോടതി. ഇത് തമ്മിൽ 2 സുപ്രീം കോടതി ഒരേ ഡിസിഷനിലേക്ക് എത്തിയാൽ മാത്രമേ ഈ കേസ് ഇവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സുപ്രീം കോടതി പോയാൽ പറ്റുള്ളൂ. കാരണം 2 അങ്ങനെയാണ് നിയമം. സുപ്രീം കോടതി നേരത്തെ ഇത്തരം കേസുകളെ കുറിച്ച് ചില വിധികളുണ്ടായില്ല, അതെന്താണ് ആക്ച്വലി?
നമ്മുടെ സഹാറ കേസിൽ 212 219 അനുസരിച്ചുള്ള എൻക്വയറി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും SFIയുടെ അന്വേഷണത്തിൽ തടസ്സപ്പെടാൻ പാടില്ല. SFIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. SFI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ഒരു കാരണവശാലും അന്വേഷണം തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല 219 അതിനകത്ത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ എൻക്വയറിയുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കമ്പനീസ് ആക്ട് 219 അനുസരിച്ച് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. 219 ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഓർഡർ നിലനിൽക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞു ഈ പറയുന്ന അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ പറയുന്നില്ല നമ്മൾക്ക് ഭീകരമായ കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരും. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ല ചേട്ടാ, ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കഥകളല്ല. സിനിമ കഥയെ വെല്ലുന്ന കുറേ ഗിമ്മിക്സുകളാണ് നടക്കുന്നത്. ഞാൻ പറയുമ്പോൾ എനിക്ക് വട്ടാന്ന് ചിലപ്പം പറയും ആളുകൾ. കാരണം ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇതൊരു ഇത് ലിങ്ക് ഇതൊരു വലിയ കൊള്ള സങ്കേതം പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം മാത്രം പറയാമല്ലോ, കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂർ, അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഭയങ്കര വാചാലമായി മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ട് പറഞ്ഞിരുന്നൊരു കമല എക്സ്പോർട്ടിംഗ് ആയിരുന്നു, അതിനുശേഷം എൻ്റെ വീട് പറഞ്ഞു, അതിനുശേഷം പിന്നെ എൻ്റെ മകളായി, ഇപ്പോൾ അങ്ങനെ എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ആ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ 3 ദിവസത്തിനുള്ളിൽ തെളിയിച്ചു തരാം. എനിക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഡോക്യുമെൻ്റായി എത്തും. ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് പോലും തെറ്റാണ്. അല്ല, അതിലേക്കുള്ള കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹം ഈ അന്വേഷണം ഞാൻ പരാതി കൊടുത്തതിന് ശേഷം കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അവിടെ നിന്ന് പൂട്ടിയിട്ട് സ്ഥലം വിട്ടു. അത് സിംഗപ്പൂരിലുണ്ടായിരുന്നു. എന്തിനാണ് പിണറായി വിജയൻ നിരന്തരമായി കുടുംബസമേതം സിംഗപ്പൂരിലേക്ക് പോയത്? അവിടെ പാർട്ടി പരിപാടി ഉണ്ടായി. ഒരു പ്രാവശ്യം പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നിരന്തരമായിട്ട് ചൈനയുടെ അടുത്ത് കിടക്കുന്നുണ്ട്, ചിലപ്പോൾ നിരന്തരമായിട്ട് യാത്ര ചെയ്തു. ചൈനയുടെ അടുത്ത് കിടക്കുന്നുണ്ട്, ചിലപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ പോയാണോ കുടുംബസമേതം? എയർ ഇന്ത്യ അവർക്ക് പ്രത്യേക പാരിതോഷ്യം പ്രഖ്യാപിച്ചു ആ സമയത്ത് യാത്രയ്ക്ക്. അത്രയ്ക്കും അദ്ദേഹം യാത്ര ചെയ്തു ആ സമയത്ത്, പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അപ്പം അതിൽ തന്നെ ദുരൂഹത എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ ഞാൻ കൊടുത്ത എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം വന്നപ്പം, ലാവ്ലിൻ കേസ് വന്നപ്പം ഏറ്റവും പ്രധാനമായിട്ട് അവർ എന്നോട് ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അതാണല്ലോ ഞാൻ പറയുന്നത്, 75 കോടി രൂപ പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. ഈ പസഫിക് കൺട്രോൾസ് ആരാ അറിയോ? ഇല്ല. ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന പിണറായിക്ക് 2 കോടി റുപ്യ കണ്ണൂർ 1996 മെയ് മാസത്തിൽ കൊടുത്ത് പിണറായി വിജയനെ SNC ലാവലിൻ കരാറിലേക്ക് കൊണ്ടുവന്ന ഇടനിലക്കാരനാണ് ദിലീപ് രാഹുലൻ. അദ്ദേഹമാണ് പിണറായിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത്, ഇവിടെ കാനഡയ്ക്ക് കൊണ്ടുപോകുന്നതും ഈ ഇടപാടിൽ ബാക്കി കൊണ്ടുവരുന്നതെല്ലാം. അപ്പം ആ പണം പസഫിക് കൺട്രോൾസിൽ നിന്ന് എത്തിച്ചെങ്കിലും പസഫിക് കൺട്രോൾസ് പൂട്ടിയ വേറെ കേസിൽപ്പെട്ട് മുങ്ങി. ഇതാണ് അതിൻ്റെ അവസ്ഥ. അത് ആണ് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കുന്നത് എൻ്റെ കേസിൽ. എൻ്റെ മൊഴിയൊക്കെ എടുത്താണ്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം വരട്ടെ. ഇപ്പം അങ്ങയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന തെളിവ് കൂടി കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായും വീണ്ടും അതിൻ്റെ ഫൈറ്റായിട്ട് ഇറങ്ങും. ഇപ്പം നമ്മുടെ മുന്നിലുള്ള ചോദ്യം, താങ്കൾ പറഞ്ഞ ഈ കരിമണൽ വാരുന്നത് സംബന്ധിച്ചുള്ള ഇഷ്യൂ ആണല്ലോ ഉണ്ടായിട്ടുള്ളത്. പൊതു ജനങ്ങളുടെ സ്വത്താണല്ലോ അത്. എത്രമാത്രം ഭീകരമാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? ഇത് 2018 ശേഷം ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് പ്രളയത്തിന് ശേഷം വലിയ മണൽ ഡിപ്പോസിറ്റുകൾ കേരളത്തിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു മൂന്നലവ് എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ എൻ്റെ ഡിവിഷനിൽ പെടുന്നതാണ്. ഞാൻ പരാതി കൊടുത്തിട്ടാണ് അവിടുത്തെ ചെക്കിട. കാരണം 2018 ശേഷം ചെറിയ മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് പൊങ്ങി, മണൽ ഡിപ്പോസിറ്റ് കിടക്കുന്നുണ്ട്, വെള്ളം പൊക്കി ടൗണിലെ മുഴുവൻ കടകളും പോകണം. അങ്ങനെ ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു. അപ്പോൾ എന്നോട് ദുരന്ത നിവാരണ അതോറിറ്റി ഞാൻ ബന്ധപ്പെട്ട് എന്നെ അതിന് മാർഗ്ഗമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരെനിക്കൊരു ഓർഡർ തന്നു. ഈ ഓർഡർ പ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർമാനായ കളക്ടർക്ക് എവിടെ നിന്നും മണൽ വാരി മാറ്റാൻ നിയമമുണ്ട്. അത് വില കിട്ടുന്ന മണലാണെങ്കിൽ ഇറിഗേഷനെ കൊണ്ട് ടെൻഡർ ചെയ്യിപ്പിച്ച് മാറ്റാനാണ് നിയമം. സെയിം മോഡസ് ഓപ്പറൻഡിയാണ് ഇവിടെ ചെയ്തിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ കളക്ടറെയും കൊണ്ട് മെയ് മാസം മുതൽ അവർക്കൊരു പ്രത്യേക ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കിടക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡർ ജില്ലാ കളക്ടർ കൊടുത്തു. ആ കളക്ടർ കൊടുത്ത ഓർഡറിൻ്റെ മറവിലാണ് ഇതിങ്ങനെ വാരിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും
ആ ഒരൊറ്റ ഓർഡറേ ഉള്ളൂ. അപ്പം ഇറിഗേഷൻ വകുപ്പിനകത്ത് ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടന്നിട്ടില്ല, കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ ഇത് ഒരിടത്ത് എത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. ഇറിഗേഷൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇറിഗേഷൻ വകുപ്പ് ഒരിക്കലും ഇതിൻ്റെ ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്ത് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര റോഡ് മണ്ണ് അവിടെ നിന്ന് പോയെന്ന് ഇപ്പോഴും ഇറിഗേഷൻ വകുപ്പിന് അറിയത്തില്ല. ഇപ്പോൾ ഈ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചറിയാമല്ലോ, തോട്ടപ്പള്ളിയിൽ ഒരു ദിവസം മണൽ വാരിക്കൊണ്ട പിറ്റേ ദിവസം കടൽ വീണ്ടും മണൽ കൊണ്ട് ഇടുകയാണ്. അത് വാരി മാറ്റുമ്പോഴത്തേനും വീണ്ടും കടലിൽ നിന്ന് വീണ്ടും മണൽ വരികയാണ്. ഇതിങ്ങനെ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇറിഗേഷൻ വകുപ്പിന് 274 രൂപയാണ് ഏറ്റവും കൂടിയ തുക ഒരു മെട്രിക് ടൺ മണലിന്. ഇറിഗേഷൻ വകുപ്പിന് എടുത്തുകൊണ്ട് പോകുന്നവർ, ലേലം ചെയ്തവർ എടുത്തുകൊണ്ട് പോകുന്നവർ കൊടുക്കുന്നത് 264 രൂപയാണ്. ആ 264 രൂപ മണ്ണിൻ്റെയും മണലിൻ്റെയും വിലയാണ്, ഇലുമിനേറ്റിൻ്റെ വിലയല്ല. 48% വരെ ഇലുമിനേറ്റ് അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക് ടൺ സാധനത്തിന് 12,000 രൂപ വിലയുണ്ട്. 264 12,000 കുറച്ചാൽ 11,736 രൂപ ഒറ്റ മെട്രിക് ടണ്ണിൽ ഇവന്മാർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം 52 ലക്ഷം മെട്രിക് ടൺ, കാൽക്കുലേറ്റർ തികയില്ല. 52 ലക്ഷം ഇൻറ്റു 11,764 എന്നൊന്ന് അടിച്ചാൽ ശരിക്കും പറഞ്ഞ് ഒരു ആവറേജ് എമൗണ്ടാണ് പറഞ്ഞത്. അതായത് 12,000 രൂപ ആണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വാല്യൂ. അപ്പോൾ ആ സാധനവും 264 രൂപ കൊടുത്തിട്ടല്ലേ എടുത്തുകൊണ്ട് വന്നേ. ഇതിന് ഇപ്പം ഞാൻ പറയും, ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ തെണ്ടാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് മൈൻഡ് ചെയ്ത് എത്ര കോടി രൂപ നമുക്ക് അതിനകത്ത് ഏണിങ് വരും, എന്തോരം ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നടക്കും. ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ തോട്ടപ്പള്ളിയിൽ നിന്നും അതുപോലെ സമീപ പഞ്ചായത്തുണ്ടല്ലോ നമ്മുടെ ആറാട്ടുപുഴ, ഇവിടെ നിന്നൊക്കെ വാരുന്ന ഈ കരിമണലിനകത്ത് എത്ര മിനറൽസ് ഉണ്ടെന്നറിയോ? 12 മിനറൽസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് നേരത്തെ ഏതൊക്കെയോ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു, അത് കുറേ കമ്പനികൾ പൂട്ടിപ്പോയി. കേരളത്തിൽ ഇപ്പോൾ നമ്മളതിന് യൂസ് ചെയ്യുന്നത് 3 മിനറൽസ് മാത്രമാണ്, എലിമിനേറ്റ് ഉൾപ്പെടെ 3 എണ്ണമാണ്. ബാക്കി 9 മിനറൽസ് കടലിൽ വീണ്ടും കളയുകയാണ്, തിരിച്ച് മണലായിട്ട് തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാൻ. അപ്പോൾ കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയ പ്രഗത്ഭരൊക്കെ ഭരിച്ച നാടല്ലേ. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ സാധനം കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള പൊതുമേഖലയിൽ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിയ എത്ര പേർക്ക് ജോലി കിട്ടും? ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടുന്നൊരു സാധനം മാത്രമല്ലല്ലോ, കോടാനുകോടി രൂപ കേരളത്തിന്റെ വരുമാനമായി വരികയല്ലേ, കടം കംപ്ലീറ്റ് എഴുതള്ളാവുന്ന രൂപത്തിലുള്ള സംഭവം. അത്രമേ. അതായത് ഗൾഫിന് എണ്ണ എന്താണോ അതാണ് കേരളത്തിന് കരിമണൽ. കേരളത്തിലെ കരിമണലും ടൂറിസവും കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രയും പൊട്ടൻഷ്യലുണ്ട്. അതായത് 2018 വരെ നഷ്ടത്തിലായിരുന്നു CMRL. 2016 സ്റ്റേറ്റ്മെൻറ്റിൽ 77 കോടി രൂപ നഷ്ടമാണ്. ജപ്പാനിൽ നിന്നാണ് ഇലുമിനേറ്റ് ഇറക്കുമതി ചെയ്തിരുന്നത്. 2019 മുതൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതിയില്ല. ഇന്നത്തെ പത്രത്തിലുണ്ട്, മനോരമ പത്രത്തിലെ മെയിൻ ന്യൂസ് അതാണ്. 2021, 22 CMRL ഹ്യൂജ് പ്രോഫിറ്റിലാണ്. കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇത് ഒരു പിണറായി വിജയനോ വീണോ അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്നൊരു വലിയ വിപത്തിനെ അവസാനിപ്പിക്കുക. ഇത് പ്രോപ്പർ മൈനിങ്ങിലേക്ക് പോകണം. കേന്ദ്ര സർക്കാർ അതൊക്കെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്കിവിടെ അതിനുള്ള വോയിസൊക്കെ എനിക്കിവിടെ ഉണ്ട്. ഇത് പ്രോപ്പർ മൈനിങ്ങിലേക്ക് പോകണം. പ്രോപ്പർ മൈനിങ്ങിലേക്ക് പോയാൽ വലിയൊരു സമ്പത്ത് കേരളത്തെ തേടി. താങ്കൾ പറഞ്ഞു വരുന്നത് അവിടെ മൈനിങ് നടക്കണം. അത് കേരളത്തിന്റെ സ്വത്തായിട്ട് മാറണം. അല്ലാതെ ഇത് കമ്മീഷൻ അടിച്ചു മാറ്റി പേഴ്സണലായിട്ട് അവർ വിജയനും അല്ലെങ്കിൽ മകളും അല്ലെങ്കിൽ ഈ ചില കമ്പനികളും മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു സാധനമായി മാറരുത് എന്നുള്ളതാണ് താങ്കൾ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇവിടെ ഒരു മാത്രമല്ല, എടുത്തുകൊണ്ട് വന്ന് മണലുണ്ടാക്കുന്ന പാരിസ്ഥിതിക വിഷയത്തെ അതിനെയും കൃത്യമായി പഠനത്തോടെ പരിഹരിക്കണം. മണലെടുത്തോണ്ട് പോയാൽ പോരാ, അത് തിരിച്ച് മറ്റ് ഡിപ്പോസിറ്റ് ചെയ്യണം, തീരദേശ മേഖല സംരക്ഷിക്കണം, പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് പരിഹാരം കാണണം. അതായത് അവിടെ കടലിനെക്കാട്ടും താഴെയുള്ള സ്ഥലമാണ് കുട്ടനാട്, നെതർലാൻഡാണ് വേറെ സ്ഥലം. ഇത് ഇവിടെ നിന്ന് മണലെടുത്തുകൊണ്ട് കടലിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ കുട്ടനാട് വെള്ളത്തിനടിയിലായി, കടലിനടിയിലായി. അതും കൂടി ഗൗരവമായൊരു കാര്യം. അതെല്ലാം പഠിച്ചു വേണ്ട ചെയ്യാൻ. ഇപ്പം ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. പിണറായി വിജയൻ 20,000 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1000 കോടിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അനധികൃത 20,000 കോടി വരെ എനിക്ക് കിട്ടിയ വിവരം ഓതന്റിക് ആണ്. അതിന്റെ അമേരിക്കയിലാണ് കൂടുതലെന്ന് അല്ല, എനിക്കിട്ടെ അതിന്റെ ഏറ്റവും വലിയൊരു സോഴ്സാണ് ഈ കരിമണൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ?
അതിൽ ഒരെണ്ണമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഇതുകൂടാതെ എത്ര കച്ചവടം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു സോഴ്സ് ഒരു കാര്യമുണ്ടെന്ന് ഉറപ്പായല്ലോ. 100%. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് പലരും പ്രചരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് കമ്മികൾ പ്രചരിപ്പിക്കുന്ന, എങ്ങനെയെങ്കിലും ഈ കമ്പനി നിയമങ്ങളിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഇത് അടച്ചാൽ മതി, പെനാൽറ്റി അടച്ചാൽ മതിയല്ലോ, ഇത് വലിയ കേസാണോ? 210 അനുസരിച്ചായിരുന്നെങ്കിൽ പെനാൽറ്റിയിൽ അവസാനിച്ചേനെ. 212 അനുസരിച്ച് പെനാൽറ്റിയിലാവും. അവർ തന്നെ പറഞ്ഞല്ലോ അറസ്റ്റിലേക്ക് പോകരുത്, അറസ്റ്റ് തടയണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എത്രമാത്രം ഗൗരവമാണത്? 100%. ഇത് അതിനകത്ത് ഗുരുതരമായ തെറ്റ് കണ്ടെത്തിയാൽ SFI അറസ്റ്റ് ചെയ്യും. ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് SFI അറസ്റ്റ് ചെയ്യും. സഹാറയുടെ ആള് ജയിലിൽ തന്നെ. സ്ത്രീകൾക്ക് ഇതിനകത്ത് കുറ്റക്കാരനായിട്ട് അല്ല, ഇപ്പം വീണയെ സംബന്ധിച്ച് ആക്ടിൽ തന്നെ സ്ത്രീകൾ ആണെങ്കിൽ അതിന് പ്രത്യേകമായ പരിഗണന ഉണ്ട്. പക്ഷെ പിണറായി വിജയൻ അതില്ല. ഇതിനകത്ത് കുറ്റക്കാരനാണെങ്കിൽ വീണ മാത്രമല്ല കുറ്റക്കാരൻ. ഇത് അഴിമതി നിരോധന വകുപ്പ് ഇതിൽ പെടുന്ന കേസാണല്ലോ. അത് 100%. ഗുരുതരമായ രാജ്യത്തിന്റെ സ്വത്ത് അടിച്ചെടുത്തു എന്നുള്ള, കൊള്ള ചെയ്തു എന്നുള്ളൊരു കേസാണ്. കൂടാതെ ഇതില് വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നുള്ള കേസുണ്ടല്ലോ. വ്യാജരേഖ, അതായത് വീണ വിജയൻ വ്യാജരേഖകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ കമ്പനിയൊക്കെ ഇതിൽ രേഖ കൊടുത്തിരിക്കുന്നത്. താങ്കൾ അവിടെ എനിക്ക് വ്യാജരേഖ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ തെളിവുകളും തീർച്ചയായിട്ടും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നെല്ലാം ഈ ട്രാൻസാക്ഷൻ നടത്തി എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നെല്ലാം വ്യാജമാണ്. അതെല്ലാം തന്നെ 7 വർഷത്തിൽ മേലെ വകുപ്പുകൾ വരുന്നതാണ്. അധികാര കേന്ദ്രത്തിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പം ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ഉള്ളത് എന്ന് അല്ല, അതല്ലേ ശരി? തീർച്ചയായിട്ടും കേസ് വളരെ ഗൗരവമാണ്, ഗുരുതരമാണ്. 210 പ്രകാരമാണെങ്കിൽ അത് പെനാൽറ്റി മാത്രമേ ഉള്ളായിരുന്നു. 212 ആ പെനാൽറ്റി തന്നെ CMRL എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഓർഡർ പ്രകാരം തന്നെ അവരിത് അഡ്മിറ്റ് ചെയ്താണല്ലോ. ഈ തെറ്റ് ഞങ്ങൾ ചെയ്തതാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്താണല്ലോ. അപ്പോൾ അവർക്ക് അതിൽ കൂടുതലൊന്നും വരാനില്ല. ഓൾറെഡി അവർക്ക് വരാനുള്ളത് SFI അനുസരിച്ച് ഇവിടുത്തെ തീരദേശത്തെ കൊള്ള ചെയ്തതിനുള്ള സാധനങ്ങളാണ് ഇനി അവർക്ക് വരാനുള്ളത്. അതോടൊപ്പം വളരെ ഒരു രസകരമായ കാര്യം, ഇതെല്ലാം താങ്കൾ ചെയ്യാൻ കാരണം താങ്കളുടെ പിതാവ് PC ജോർജിനെ അന്യായമായി വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, കുടുംബത്തിന് മുന്നിൽ ഭാര്യയുടെയും മകൻ്റെയും മുന്നിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ഒരു പ്രതികാരമാണ് താങ്കൾ തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? അല്ലെന്ന് പറഞ്ഞാൽ നുണയാവും ചേട്ടാ. പക്ഷേ തുടക്കം അതായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല. തുടക്കം അതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആ തുടക്കം അതാണെന്ന് പറയുന്ന ഭാഗം ഒന്ന് പൂർണ്ണമായി ക്ലിയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഒരു ദിവസം താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ്? ഒരു ദിവസം രാവിലെ ബെല്ലടിക്കുന്നു. അപ്പം എന്നെ എന്തോ ഒരു ബഹളമൊക്കെ തോന്നി. ആരൊക്കെയോ മുറ്റത്തുള്ള പോലെ എനിക്ക് തോന്നി. ഞാനും പപ്പ ഏറെക്കുറെ ഒരു സമയത്ത് എഴുന്നേക്കുന്നു. പപ്പ ഒരു 5 മണി, ഞാനൊരു 5:15, അതാണ് ഞങ്ങൾ തമ്മിൽ സമയം. രാവിലെ പപ്പായ്ക്ക് ചായ, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചായ എടുത്ത് കൊടുക്കും. അമ്മ എൻ്റെ വൈഫും ഒക്കെ ഒരു 6-6:15 അവരുടെ ഒരു സമയം. പിള്ളേരും ഒക്കെ ഒരുമിച്ച് എഴുന്നേറ്റ് വരുന്നു. ഞാനുണ്ടെങ്കിൽ ഞാൻ കട്ടൻ കാപ്പിയൊക്കെ ഇടും. ഞാൻ കട്ടൻ കാപ്പിയും പപ്പയുടെ ചായയും ഞാനായിട്ട് ഇടുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് അങ്ങ് വരുന്ന സമയത്ത് താഴെ ഒരു ആരൊക്കെയോ വീടിന് ചുറ്റുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചാടി ഇറങ്ങി വന്നപ്പോഴത്തേനും തിരുവനന്തപുരത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് സാർ, തിരുവനന്തപുരത്തെ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം അവർ മാന്യമായിട്ട് പെരുമാറിയുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഞാൻ പറഞ്ഞ് തുണി മാറിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. പുള്ളി അദ്ദേഹം തുണി മാറി, കുഴപ്പമില്ല സാറേ കുളിച്ചിട്ടിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കുളിച്ചിട്ടിറങ്ങി. പക്ഷേ ഒരു ജീവിതം മുഴുവൻ ഈ നാടിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനെ വീട് വളഞ്ഞ് പോലീസ് വളഞ്ഞേക്കാണ്, കംപ്ലീറ്റ് വീട് വളഞ്ഞേക്കാണ്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സാഹചര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയൊരു ആഘാതം ഒത്തിരി വലുതായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പോയി തിരുവനന്തപുരം. ദൈവം അനുഗ്രഹിച്ച് അവിടെ നിന്ന് ജാമ്യം കിട്ടി. ആ ജാമ്യം റദ്ദ് ചെയ്യാൻ രണ്ടാമത് പരാതി കൊടുത്തു. അങ്ങനെ ആ ജാമ്യം റദ്ദ് ചെയ്ത് ഇവിടെ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ തൃക്കാക്കര സ്റ്റേഷനിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. പാലാരിവട്ടം സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പ്രഷർ, അതാണ് രണ്ടാമത്തെ സംഭവമാണ്, 183 പപ്പയുടെ പ്രഷർ നിൽക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ അറസ്റ്റ് ചെയ്തൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുക. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ല, നീ റിസ്ക് ഇദ്ദേഹത്തെ ഈ സമയത്ത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാൻ എന്താണെങ്കിലും കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നീ ഒരു കോപ്പ് കൊണ്ടുപോകില്ല. അപ്പം ഞാനും പുള്ളിയായിട്ടൊരു വെള്ളത്തിൻ്റെ ശൈലെത്തി. അപ്പോൾ പറഞ്ഞു നീ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അപ്പം മാധ്യമങ്ങളെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത്
മിനിസ്റ്റർ ലെവലിൽ നിന്നും ഡോക്ടറുടെ അടുത്ത് ഫോൺ കോൾ ആരെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പിന്നീട് അറിഞ്ഞു ആരെന്നു. എങ്ങനെയും ഡിസ്ചാർജ് ചെയ്യണം, തിരുവനന്തപുരത്ത് എത്തിക്കണം. അത് പിണറായിയുടെ വാശിയാണ്. പിണറായി വിജയൻ അല്ല കേട്ടോ വിളിച്ച മിനിസ്റ്റർ. വിളിച്ചു. അവിടുന്ന് 120 കിലോമീറ്റർ താഴാതെയാണ് ഇവിടുന്ന് 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. അവിടെ ചെന്നു. ഇതുപോലെ തന്നെ പിറ്റേ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നു. അതിന് അടുത്ത കേസിന് മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ മറ്റേ സരിത നായരുടെ ഒരു പരാതിയിൽ ഇദ്ദേഹത്തിന് 455 അനുസരിച്ച് പരാതി കൊടുത്ത ഉടൻ തന്നെ 1 മണിക്കൂറിനുള്ളിൽ പരാതി കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്. പക്ഷെ ഞാൻ മകനാണ്. പക്ഷെ എനിക്ക് ആ സമയത്തുള്ള എനിക്ക് എന്തും ഞാനൊരു അഭിഭാഷകനായതുകൊണ്ടാകല്ല, ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ടാണ്, ഞാൻ PC ജോർജിൻ്റെ കൂടെ നടന്നു വന്ന് പ്രതിസന്ധിയിൽ കണ്ട് ഞാൻ മനസ്സ് മടുത്തുകൊണ്ടാകും എനിക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലിരിക്കുന്ന എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരും ഇവരാരും രാഷ്ട്രീയക്കാരൊന്നുമല്ല, എല്ലാം സാധാരണ കുടുംബിനികളാണ്, സാധാരണക്കാരാണ്. അവരൊക്കെ ഒത്തിരി വേദനിച്ചു. അവിടെ മുതലാണ് ഫോളോ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഫോളോ ചെയ്ത് എവിടെ എത്താൻ കഴിയും. പക്ഷേ ഓരോന്നും പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജ് കഴിയുമ്പം ഇതങ്ങ് എന്നെക്കാൾ ചേട്ടൻ അനുഭവം ഉണ്ടാവും. ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ലിങ്കിലേക്ക് എത്തുമ്പോൾ ഇതെവിടേക്കോ അപ്രതീക്ഷിതമായി പോവാണ്. കാരണം ഇതിന് അദൃശ്യമായ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അഴിമതികളാണ് 1996 മുതൽ ഇന്ന് വരെ ഇയാൾ ചെയ്തിട്ടുള്ളത്. വളരെ ഓർഗനൈസ്ഡ് ആണ്. ഞാനാണ് ആദ്യം മുതൽ പുറത്തു കൊണ്ടുവരുന്നത്. ആണ്. വളരെ വളരെ ഓർഗനൈസ്ഡ് ആണ്. ഈവൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കൺസ്ട്രക്ഷനിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. എനിക്കൊരു തെളിവില്ല, സീരിയസ് ആയിട്ട് തെളിവില്ല. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഈ സമീപകാലത്ത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട്, പുതിയ എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നുണ്ട്. എനിക്ക് തെളിവില്ല, തെളിയിക്കാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ ഒരു കേസിന് ചുമ്മാ തമാശ, ഒരു കേസ് ഞാൻ പറയാൻ പോയി. അതിൽ പാർട്ട്ണറായ ഒരു കമ്പനിയുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്ന അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ചേട്ടത്തി മത്തി വറുത്തോണ്ട് നിൽപ്പുണ്ട്. അതാണ് രജിസ്റ്റേർഡ് ഓഫീസ്. ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പം ആ പുള്ളിക്കാരത്തേക്ക് ഒന്നും അറിയില്ല. മൗറീഷ്യസ് രജിസ്റ്റർ ചെയ്ത 3 കമ്പനി, നമുക്ക് എങ്ങനെ പോയി തപ്പി പിടിക്കാൻ പറ്റും? ഇതൊക്കെയാണ് നമ്മുടെ പിടിയിലേക്ക് ഒതുങ്ങുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വലിയ കൊള്ള സങ്കേതം ഇവിടുത്തെ അതിപ്രഗത്ഭരായ കുറേ സമ്പന്നന്മാരെയും കൂട്ടുപിടിച്ച് അവരൊക്കെ പെട്ട് നിൽക്കുന്ന കേട്ടോ. ഞാൻ അവരൊന്നും കുറ്റം പറയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ട് നിൽക്കുന്ന ഈവൻ കർത്ത അയാൾക്ക് ഈ കൈക്കൂലി എടുക്കാൻ സന്തോഷം ഉണ്ടായിട്ടാണല്ലോ? അല്ലല്ലോ, അയാൾ നിർബന്ധിതനായിട്ട് തീരണം. കേരളത്തിലൊരു വ്യവസായി എന്ന നിലയിൽ എനിക്ക് കർത്തയോട് സഹതാവുണ്ട്. കാരണം അയാൾ CPM അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ പിണറായിയെ പോറ്റിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ, പോലീസല്ല, അവിടെ പിണറായി വിചാരിച്ച ഒരു ദിവസം പോലും ഇയാളുടെ കമ്പനി വർക്ക് ചെയ്യില്ല. ഒരു ദിവസം പിണറായി വിചാരിച്ചാൽ ഇയാളുടെ കമ്പനി വർക്ക് ചെയ്യില്ല. ഇയാളുമായിട്ട് ഉടക്കിക്കൊണ്ട് ഒരിക്കലും എനിക്കറിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ പറ്റുമോ അവിടെയൊക്കെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും പണം ഉണ്ടാക്കുന്നു അഴിമതിയിലൂടെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തിനാ ഇപ്പം ഇത്രയും പണം? അതെനിക്ക് മനസ്സിലാകും. നമുക്കൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പരിമിതമായ അദ്ദേഹത്തിന്റെ ആർത്തി ഇല്ലാന്നും അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണെന്നല്ലേ. അല്ല, ഞാൻ ചോദിച്ചത് ഒരു മനുഷ്യന് ജീവിക്കാൻ, ഒരു സാധാരണക്കാരന് ജീവിക്കാൻ എത്ര സ്വത്ത് വേണം? ചേട്ടൻ ഒരു 10 കോടി രൂപ എടുത്തു തന്നു. ചേട്ടൻ ശരിയാ, നമ്മുടെ സ്വത്ത്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വീട് വെച്ചു, മക്കളെ എടുത്ത്, അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കാനുള്ള വരുമാനം ഒരു 50 കോടി രൂപയാക്കി. ഇനി പോട്ടെ, ചേട്ടൻ ഒരു 100 കോടി രൂപ തരികയാണ്. ചേട്ടൻ ഒന്നും ചെയ്യാനില്ല ചേട്ടാ, പൈസ ഉണ്ട്. കാരണം അതെടുത്ത് ബാങ്കിലിട്ട് 8 കോടി രൂപ നമുക്ക് പലിശ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മനുഷ്യനെന്തിനാ ഈ പൈസയോട് ഇത്ര ഹക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലാകാതെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്ര നാളുകളല്ലേ ഉള്ളൂ. നമ്മളെ ചോദ്യത്തിൽ കിടക്കാം. അതായത് ആ ഒരു ഭാഗം കഴിഞ്ഞു. അതായത് താങ്കൾ പ്രതികാരം എന്ന് പറയുന്നത് താങ്കൾ മകൻ എന്നുള്ള നിലയിൽ അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് തിരിച്ച് കേസ് കൊടുക്കുകയും കൃത്യമായി അതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരം എത്തിക്കുകയും ചെയ്തത്. ഒരു മകൻ എന്നുള്ള കടമ അച്ഛനോട് ചെയ്തത് രണ്ടാമത്തെ ഘടകമാണ് ഇനി പറയുന്നത്. രണ്ടാമത്തെ ഘടകം, ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്ക് ഈ സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകനായി നിലകൊള്ളാൻ അവകാശമില്ല എന്നുള്ള എൻ്റെ ബോധം തന്നെയാണ്.
ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതിനെല്ലാം ശരിവെച്ചുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ പൊതുപ്രവർത്തകനായി എനിക്ക് അവശേഷിക്കാൻ, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്, പൊതുപ്രവർത്തന രംഗത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കുന്ന ആളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇത് എനിക്ക് അറിയുകയും വേണ്ട തെളിവുകൾ കിട്ടുകയും ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്ക് ഈ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അതുതന്നെയാണ് എൻ്റെ രണ്ടാമത്തെ ഫാൻ. അതായത് താങ്കൾ ഈ സന്ദർഭത്തിലാണ് BJPയിൽ ചേരുന്നത്. താങ്കൾ ഫാദറും കൂടെ BJPയിൽ ചേരും. എന്നും ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, അല്ലെ കേരള കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ BJPയിൽ ചേരുന്നു. പ്രത്യേകിച്ചും ഈ BJP ആണ് കഴിഞ്ഞ പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം എല്ലാ കളത്തരങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് സഹായിക്കുന്ന ആരോപണമുള്ള സന്ദർഭത്തിലാണ് താങ്കൾ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് BJPയിലെത്തിയത്. ചേട്ടൻ പറഞ്ഞ ഒരു ചീത്തപ്പേര് ഞാനിപ്പോൾ എൻ്റെ പാർട്ടിക്കുണ്ടെങ്കിൽ അത് ഈ കേസ് കൊണ്ട് മാറും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല, ഞാൻ ഉൾപ്പെടുന്ന സമയം കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ കേരളത്തിലെ അല്ല, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്ന് ചേട്ടൻ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ കേരളത്തിലെ കർഷക സമൂഹം BJPയോട് അടുത്ത് നിൽക്കുന്നൊരു സമൂഹമല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ചേട്ടൻ കോട്ടയത്തോ പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ തൊടുപുഴയിലോ ഇടുക്കിയിലോ മൂവാറ്റുപുഴയിലോ കട്ടപ്പനയിലോ പത്തനംതിട്ടയിലോ ഒക്കെ വന്ന് ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നോ, ജനപക്ഷം എടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് 10 പേരോട് ചോദിച്ചാൽ ഒരാൾ പോലും തെറ്റാന്ന് പറയില്ല. കാരണം കാലം മാറി. ഇനി ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഭൂരിപക്ഷം സീറ്റുകളും BJP ജയിക്കും എന്നെനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ഇന്ത്യ തലത്തിലല്ല, കേരളത്തിലെ 20 സീറ്റിൽ ആ 20 സീറ്റിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇവിടുന്ന് ജയിച്ചു പോകുന്ന BJP ഇതര MP-മാർക്ക് എന്തു ചെയ്യാൻ കഴിയും നാടിന് വേണ്ടി? അവിടെ ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇനിയും എത്രയോ വർഷങ്ങൾ ഭരണമിരിക്കും. 4 ലക്ഷം കോടി രൂപ, പ്രാക്ടിക്കൽ സെൻസിൽ ഒന്ന് ചിന്തിച്ച് 4 ലക്ഷം കോടി രൂപ കടത്തെ നിൽക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഇവിടുന്ന് കുട്ടികൾ പലായനം ചെയ്യുന്നു. ഈ നാട്ടിൽ ആൾ നിൽക്കുന്നില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, ഇത്രയേറെ കടക്കടയിൽ നിൽക്കുന്നു, പെൻഷൻ കൊടുക്കാൻ കാശില്ല. ഈ സംസ്ഥാനത്തിന് 20 MP-മാരെ LDF-ൻ്റെ UDF-ൻ്റെ ജയിപ്പിച്ചു വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരാളെ ജയിപ്പിക്കുക. കേരളം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരാളെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ ഒരാൾ ജയിച്ചാൽ, അതിൽ കൂടുതൽ ഒത്തിരി വലുതാണ് എൻ്റെ പ്രതീക്ഷ, പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരാൾ ജയിച്ചാൽ വികസനം എന്താണെന്ന് കേരളം ഞെട്ടും. അതെൻ്റെ പ്രതീക്ഷ. വളരെ തിരക്കിനിടയിൽ ക്രൈമിൻ്റെ ഓഫീസിൽ വന്ന് ഇൻ്റർവ്യൂ തന്ന ഷോൺ ജോർജ്, ഞങ്ങൾ തമ്മിൽ ഒരു വളരെ ബന്ധമുണ്ട്. ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ പിണറായി വിജയനെതിരെ ലാവലിംഗ് കേസ് കൊടുത്തു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്തേക്ക് ധീരമായ പോരാട്ടത്തിന് ഇറങ്ങി വന്നിരിക്കുകയാണ് ഷോൺ ജോർജ് എന്ന PC ജോർജിൻ്റെ മകൻ. അപ്പോൾ ഇതിൽ പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതോടൊപ്പം തന്നെ സത്യസന്ധമായി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. ഈ പോരാട്ടത്തിൽ ഷോൺ ജോർജ് വിജയിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.